എല്ലാവർക്കും എക്സലൻറ്റ് ഹിന്ദി സ്റ്റഡി സെൻറ്ററിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് 3ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠമായ ചാന്ദ് വാലി അമ്മ എന്ന സ്റ്റോറിയാണ്. തും ശരാരത്ത് തോ കർത്തി ഹി ഹോഗി. कौन कौन सी शरारत करती हो? इन चीज़ों का इस्तेमाल तुम कोई शरारत करने के लिए कैसे करोगी? തും ശരാരത്ത് തോ കർത്തി ഹി ഹോഗി. ശരാരത്ത് എന്ന് പറഞ്ഞാൽ വികൃതിത്തരം. തും നിങ്ങൾ, കർണ ചെയ്യുക, നിങ്ങൾ വികൃതിത്തരങ്ങൾ ചെയ്തിട്ട് തന്നെ ഉണ്ടായിരിക്കും. കോൻ കോൻ സി ശരാരത്ത് കർത്തി ഹോ. എന്തൊക്കെ വികൃതിത്തരങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ഇൻ ചീസോं का इस्तेमाल तुम कोई शरारत करने के लिए कैसे करोगी? ചീസ് വസ്തുക്കളാണ്, ഇസ്തേമാൽ ഉപയോഗം. ഈ വസ്തുക്കളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയൊക്കെയാണ് വികൃതിത്തരങ്ങൾ കാണിച്ചിട്ടുള്ളത്? ഏത് വസ്തുക്കൾ വെച്ചിട്ടാണ്? നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ജാഡു, പങ്ക്, കാഗസ്, ഗുബ്ബാര. ജാഡു എന്താണ്? ചൂലാണ്. പങ്ക് ചിറക്. കാഗസ് പേപ്പർ. ഗുബ്ബാര ബലൂൺ. बहुत समय पहले की बात है. एक बूढ़ी अम्मा थी, बिल्कुल अकेली. बहुत समय पहले की बात है. ഒരുപാട് കാലം മുമ്പുള്ള ഒരു കാര്യമാണ്. बहुत समय पहले की बात है. ഒരുപാട് മുമ്പുള്ള കാര്യമാണ്. एक बूढ़ी अम्मा थी. ഒരു വൃദ്ധയായ അമ്മ ഉണ്ടായിരുന്നു. ബിൽക്കുൽ അകേലി. ബിൽക്കുൽ തീർത്തും തികച്ചും, അകേലി തനിച്ചായിരുന്ന അമ്മ. ഉസ്ക അപ്ന കോയി ന ഥ. അവർക്ക് അവരുടേതായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കോയി ന ഥ. ഘർ കാ കാംകാജ് ഉസേ ഖുദ് ഹി കർന പഡ്ത. കാംകാജ് എന്ന് പറഞ്ഞാൽ ജോലി. ഖുദ് സ്വയം. ഘർ വീട്. വീട്ടിലെ ജോലികൾ അവർക്ക് ഖുദ് ഹി കർന പഡ്ത സ്വയം തന്നെ ചെയ്യണമായിരുന്നു, സ്വന്തമായിട്ട് തന്നെ ചെയ്യണമായിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല ഹെൽപ്പ് ചെയ്യാൻ. സുബഹ് ഉഡ്കർ കുയേൻ സെ പാനി ലാന, ഖാന പക്കാന ആദി. സുബഹ് ഉഡ്കർ, ഉഡ്ന എണീക്കുക, കുയേ കിണർ. രാവിലെ പ്രഭാതത്തിൽ എണീറ്റിട്ട്, സുബഹ് ഉഡ്ന പ്രഭാതത്തിൽ എണീറ്റിട്ട്, കുയേൻസെ കിണറിൽ നിന്ന്, പാനിലാന വെള്ളം കൊണ്ടുവരിക, ഖാന പക്കാന ഭക്ഷണം പാകം ചെയ്യുക മുതലായവ, ആദി എക്സെട്ര മുതലായവ, ഇതെല്ലാം സ്വയം ചെയ്യണമായിരുന്നു. ഉസ്കെ സാത്ത് ഏക് പരേശാനി ധി. അവരോടൊപ്പം പക്ഷേ ഒരു പരേശാനി, ഒരു വലിയ ബുദ്ധിമുട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വഹ് റോസ് സുബഹ് ഉഡ്കർ ജബ് ഘർ മേം ജാഡു ലഗാത്തി. വഹ് റോസ്, റോസ് മീൻസ് ഡെയിലി. അവർ ഡെയിലി എണീറ്റിട്ട്, ഡെയിലി സുബഹ് ഉഡ്കർ പ്രഭാതത്തിൽ എണീറ്റിട്ട്, ജബ് ഘർ മേം ജാഡു ലഗാത്തി. ജാഡു ലഗാന തൂത്തുവാരുന്നതിനാണ് പറയുന്നത്. വീടെല്ലാം എന്ത് ചെയ്യും? ജാഡു ലഗാത്തി അടിച്ചുവാരും. തബ് തക് അപ്പോഴേക്കും. तो सब ठीक रहता, पर जैसे ही वह आंगन में जाती और झाड़ू लगाने के लिए झुकती, तभी आसमान आकर उसकी कमर से टकराता. അപ്പോൾ വീടിനുള്ളിൽ അടിച്ചു വാരുമ്പോഴേക്കും സബ് ടീക്ക് രഹത്ത, എല്ലാം ഭംഗിയായി നടക്കുമായിരുന്നു കാര്യങ്ങൾ. पर जैसे ही वह आंगन में जाती, ആംഗൻ മുറ്റമാണ്, മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് അവരിറങ്ങി. ജാഡു ലഗാനെ കെലിയെ ജുക്തി. ജുക്ന മീൻസ് കുനിയുക, ജാഡു ലഗാന അടിച്ചു വാരുക. അപ്പോൾ ജാഡു ലഗാനെ കെലിയെ ജുക്തി, മുറ്റം അടിച്ചു വാരാൻ വേണ്ടി അവർ കുനിയുമ്പോഴേക്കും, തബി ആസ്മാൻ ആക്കർ, അപ്പോൾ ആസ്മാൻ ആകാശം വന്നിട്ട്, ആക്കർ വന്നിട്ട്, ഉസ്കി കമർ സെ ടക്കരാത്ത എന്ത് ചെയ്യുമായിരുന്നു? അവരുടെ അരക്കെട്ടിൽ വന്ന് കൂട്ടിയിടിക്കുമായിരുന്നു. ആകാശം വന്ന് അവരുടെ അരക്കെട്ടിലേക്ക് വന്ന് ഇടിക്കുമായിരുന്നു. ടക്കരാന കൂട്ടിമുട്ടുക. കമർ വേസ്റ്റാണ്, അരക്കെട്ട്. അമ്മ ഉസെ ഘൂർ കർ ദേഖ്തി തോ വഹ് ഥോഡ ഹട്ട് ജാത്ത. അമ്മ ഉസെ
ഉസെ എന്ന് പറഞ്ഞാൽ ആസ്മാൻ, ആസ്മാൻ കോ ആകാശത്തെ ഘൂർ കർ ദേഖ്തി വളരെ ദേഷ്യപ്പെട്ട് നോക്കും. അപ്പോൾ വഹ് തോട ഹട്ട് ജാത്ത അല്പം മാറി പോകും. ഫിർ വഹ് ജൈസെ ഹി ദുബാര ചുക്തി വീണ്ടും അതുപോലെ തന്നെ അമ്മ എന്ത് ചെയ്യും? ജൈസെ ഹി ദുബാര ചുക്തി രണ്ടാമത് തൂക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ചുക്തി കുനിയും. ആസ്മാൻ ഫിർ അപ്പനി ഹർക്കത്ത് ദോഹരാത്ത ആകാശം വീണ്ടും എന്ത് ചെയ്യും? ഫിർ വീണ്ടും അപ്പനി ഹർക്കത്ത് തൻ്റെ വികൃതിത്തരം ദോഹരാത്ത ആവർത്തിക്കുമായിരുന്നു. ഏക് ദിൻ, ദോ ദിൻ, തീൻ ദിൻ ലഗാതാർ ഹി ക്രം ചൽത്താ രഹാ. ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, ലഗാതാർ കണ്ടിന്യൂസ് ആയിട്ട് യഹി ക്രം ചൽത്താ രഹാ ഈ ഒരു കാര്യം അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു. അമ്മ ജാഡു ലഗായെ അവർ ആസ്മാൻ ഉസെ തങ്ക് കരെ അമ്മ മുറ്റമടിക്കുന്നു, ആസ്മാൻ വന്നിട്ട് അമ്മയെ എന്ത് ചെയ്യുന്നു? ശല്യപ്പെടുത്തുന്നു. കുയേം പർ പാനി ഭർനെ കോ ലേക്കർ അമ്മ കാ കിസി ഓർ സെ झगड़ हो गया. ഒരു ദിവസം ഏക് ദിൻ കുയേം പർ പാനി ഭർനെ കോ ലേക്കർ കിണറിൽ നിന്ന് പാനി ഭർനെ കോ ലേക്കർ വെള്ളം നിറയ്ക്കുന്നതുമായിട്ട് സംബന്ധിച്ച് അമ്മ കാ കിസി ഔർ സെ झगड़ हो गया അമ്മ കിസി ഔർ സെ മറ്റേ ഏതോ സ്ത്രീയുമായിട്ട് എന്ത് ചെയ്തു? झगड़ा हो गया അവിടെ എന്തുണ്ടായി? വഴക്കുണ്ടായി. അമ്മ ജറ ഗുസ്സേമേം ധി ഗുസ ദേഷ്യം അമ്മ ജറ ഗുസ്സേമേ അല്പം ദേഷ്യത്തിൽ ആയിരുന്നു. വഹ് ജാഡു ഉടാക്കർ ആങ്കൻമേം ഗെയ് അമ്മ എന്ത് ചെയ്തു? ജാഡു ഉടാക്കർ ചൂലെടുത്തിട്ട് ആങ്കൻമേം ഗെയ് മുറ്റത്തേക്ക് പോയി. അവർ ജൈസെ ഹി ചുഖി എന്നും തൂക്കാൻ കുനിയുന്നത് പോലെ കുനിഞ്ഞു. ആസ്മാനെ അപ്പനി ആദത് കെ അനുസാർ ഈ സമയത്തും ആകാശം എന്ത് ചെയ്തു? അപ്പനി ആദത് കെ അനുസാർ തൻ്റെ ആദത്ത് ഹാബിറ്റ് തൻ്റെ ഹാബിറ്റ് പോലെ തന്നെ ഉസേ ഫിർ ചേട അമ്മയെ ഫിർ ചേട ചേടിന ശല്യപ്പെടുത്തുക വീണ്ടും ശല്യപ്പെടുത്തി. അമ്മാനെ ആവ് തേക്ക നത്താവ് और कसकर एक झाड़ू आसमान को दे मारी. അമ്മാനെ ആവ് ദേക്ക നത്താവ് അമ്മ എന്ത് ചെയ്തില്ല? ആവ് ദേക്കാൻ നത്താവ് എന്ന് പറഞ്ഞാൽ ഇടം വലം നോക്കിയില്ല. और കസ്കർ ഏക്ക് ഝാഡു ഭയങ്കര ശക്തിയായിട്ട് കസ്കർ ശക്തിക്ക് ഏക്ക് ഝാഡു ആസ്മാൻ കോ ദേ മാരി ചൂല് വെച്ച് ആസ്മാനിട്ട് എന്ത് ചെയ്തു? ഒരടി അങ്ങോട്ട് കൊടുത്തു. ആസ്മാൻ ജഡ് ഹട് ഗയ ആസ്മാൻ പെട്ടെന്ന് തന്നെ ജഡ് ഹട് ഗയ മാറിപ്പോയി. पर वह भी अपनी आदत से मजबूर था പക്ഷെങ്കിൽ वह भी ആസ്മാനും അപ്പനി ആദത്ത് സെ തൻ്റെ ഹാബിറ്റ് കൊണ്ട് തൻ്റെ ആ ശീലം കൊണ്ട് മസ്ബൂർ ഥ അത് ചെയ്യണമായിരുന്നു. അത് മസ്ബൂർ ഥ അത് അതിൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു അത് ചെയ്യുക എന്നുള്ളത്. ദൂസരി ബാർ ഫിർ അമ്മ കെ ചുക്തേ ഹി ടക്കർ മാർനെ ലഗ ദൂസരി ബാർ ഫിർ അമ്മ കെ ചുക്തേ ഹി രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും അമ്മ കുനിഞ്ഞപ്പോൾ തന്നെ ടക്കർ മാർനെ ലഗ ആകാശം വീണ്ടും വന്ന് അമ്മയുടെ വേസ്റ്റിൽ കൂട്ടിമുട്ടാൻ തുടങ്ങി. അമ്മാനെ ഫിർ പൂരി താക്കത്ത് സെ ഉസ് പർ വാർ കിയ അമ്മ പിന്നീട് എന്താ ചെയ്തത്? പൂരി താക്കത്ത് മുഴുവൻ ശക്തിയും എടുത്ത് ഉസ് പർ വാർ കിയ ആകാശത്തിനിട്ട് അടിച്ചു. आसमान को शरारत सूझी. इस बार उसने झाड़ू पकड़ ली. उधर अम्मा भी झाड़ू पकड़े थी. रस्साकशी शुरू हो गई. झाड़ू का ऊपर वाला हिस्सा आसमान पकड़े हुए था तो नीचे वाला अम्मा दोनों छोड़ने को तैयार नहीं थे. अम्मा चिल्लाई, छोड़ मेरा झाड़ू, मेरे पास एक ही झाड़ू है. ആസ്മാൻ കോ ശരാരത്ത് സൂചി ആസ്മാന് ആകാശത്തിന് ശരാരത്ത് സൂചി ഒരു വികൃതിത്തരം ഒരു ശരാരത്ത് സൂചി ഒരു വികൃതിത്തരം തോന്നി. ഇസ് ബാർ ഉസ്നെ ജാഡു പകടിലി ഇപ്രാവശ്യം അടിക്കാൻ തുടങ്ങിയപ്പോൾ എന്തു ചെയ്തു? ഉസ്നെ ജാഡു പകടിലി ആകാശം ചൂലിൽ പിടിച്ചു. നമുക്ക് ചിത്രത്തിൽ കാണാം ചൂലിൽ പിടിച്ചിരിക്കുന്നത്. ഉദർ അമ്മ ഭി ജാഡു പകടുതി മറു സൈഡിൽ എന്തുണ്ട്?
അമ്മ പിടിച്ചിട്ടുണ്ട് ചൂലിൽ. അതിൻ്റെ മറ്റൊരു സൈഡിൽ ആകാശവും പിടിച്ചിട്ടുണ്ട്. രസാകാശി ശുരു ഹോ ഗയി. രസാകാശി എന്ന് പറഞ്ഞാൽ രസാകാശി വടംവലിയാണ്. ടഗ് ഓഫ് വാർ, വടംവലി ആരംഭിച്ചു. ഝാഡു കാ ഊപ്പർ വാല ഹിസ്സ ആസ്മാൻ പെകടെ ഹുയേ ഥ. ഝാഡുവിൻ്റെ ചൂലിൻ്റെ ഊപ്പർ വാല ഹിസ്സ മുകൾ ഭാഗം ആസ്മാൻ പെകടെ ഹുയേ ഥ ആകാശം പിടിച്ചിട്ടുണ്ടായിരുന്നു. തോ നീച്ചെ വാല അമ്മ താഴ്ഭാഗം ആര് പിടിച്ചിട്ടുണ്ടായിരുന്നു? അമ്മ. ദോനോം ചോടിനേക്കോ തയ്യാർ നഹീന്തെ. ദോനോം രണ്ടുപേരും, ആസ്മാനും അമ്മയും രണ്ടുപേരും ചോടിനേക്കോ ഉപേക്ഷിക്കാൻ തയ്യാറല്ലായിരുന്നു. അമ്മ ചില്ലായി, അമ്മ നിലവിളിച്ചു. ചോട് മേരാ ഝാഡു, എൻ്റെ ചൂല് വിടൂ. മേരെ പാസ് ഏക് എഹി ഝാഡു ഹെ, എൻ്റെ പക്കൽ ഒരേ ഒരു ചൂലാണ് ഉള്ളത്. തഭി ആസ്മാനെ നഹീം ചോടാ. ബൂഢി അമ്മ കബ് തക് രസാകശി കർത്തി ധക്ക് ഗയി. തഭി അപ്പോഴും ആസ്മാനെ നഹി ചോട, അത് കേട്ടിട്ടും വിടൂ, എൻ്റെ ചൂലിൽ നിന്ന് വിടൂ, ഇത് മാത്രമേ എനിക്ക് ചൂല ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും വിട്ടില്ല. ആസ്മാനെ നഹീം ചോട, ആസ്മാൻ അതിൽ നിന്ന് വിട്ടില്ല. ബൂഢി അമ്മ കബ് തക് രസാകശി കർത്തി, ഈ വൃദ്ധയായ അമ്മ എപ്പോൾ വരെ, എത്ര നേരം രസാകശി കർത്തി ഇങ്ങനെ വടംവലി നടത്തും. ധക്ക് ഗയി, ക്ഷീണിച്ചു. ആസ്മാനെ ഝാഡു കീഞ്ചന നഹീം ചോട, ആസ്മാൻ എന്ത് ചെയ്തില്ല? ഝാഡു കീഞ്ചന നഹീം ചോട, ചൂല് വലിക്കുന്ന ആ ഒരു ശ്രമം ഉപേക്ഷിച്ചില്ല. അബ് വഹ് ഝാഡു കെ സാത്ത് ഊപ്പർ ഉടനെ ലഗാ. उसके साथ साथ झाड़ू पकड़े हुए अम्मा भी ऊपर जाने लगी. वह चिल्लाई, मुझे नीचे छोड़ दे. അപ്പോൾ झाड़ू के साथ ऊपर उड़ने लगा. वह झाड़ू के साथ, ഇപ്പോൾ ആകാശം എന്താ ചെയ്യുന്നത്? ജാഡുവിനോടൊപ്പം അല്ലെ ചൂലിനോടൊപ്പം ഊപ്പർ ഉടനെ ലഗി, മുകളിലേക്ക് അങ്ങനെ പോകാൻ തുടങ്ങി. ഉസ്കെ സാത്ത് ഝാഡു പകടെ ഹുയെ അമ്മ ഭി, ആ ആസ്മാൻ പോകുന്നതോടൊപ്പം മറു സൈഡിൽ അമ്മ ചൂലിൽ പിടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. ആ ആസ്മാനോടൊപ്പം ഝാഡു പെഹടെ ഹുയെ, ആ ചൂല് പിടിച്ചുകൊണ്ട് അമ്മാ ഭി ഊപ്പർ ജാനലേക്ക്, അമ്മയും മുകളിലേക്ക് പോകാൻ തുടങ്ങി. വഹ് ചില്ലായി, അമ്മ നിലവിളിച്ചു. മുച്ചെ നീച്ചെ ചോടുതേ, എന്നെ താഴേക്ക് ഇറക്കൂ എന്ന് പറഞ്ഞ് അമ്മ നിലവിളിച്ചു. ആസ്മാൻ ने कहा അമ്മ अब मैं तुम्हें नहीं छोड़ूंगा. ആസ്മാൻ പറഞ്ഞു, അമ്മ अब मैं तुम्हें नहीं छोड़ूंगा, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. ലേ ചലൂങ്ക ഊപ്പർ, എന്നോടൊപ്പം എന്ത് ചെയ്യുകയാണ്? ഞാൻ മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ലേ ചലൂങ്ക ഊപ്പർ, മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. വഹീൻ ഝാഡു ലഗാന, അവിടെ വന്നിട്ട് അടിച്ചു വാരാം എന്ന് പറഞ്ഞു. അവിടെ വന്ന് അടിച്ചു വാരുക എന്ന് ആസ്മാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മ അബ് ഝാഡു നഹീം ചോട് സക്തി ഥി ക്യോംകി വഹ് ബഹുത് ഊപ്പർ പഹുഞ്ച് ചുക്കി ഥി. അമ്മ അബ് ഝാഡു നഹീം ചോട് സക്തി ഥി, അമ്മയ്ക്ക് അബ് ഇപ്പോൾ ഝാഡു നഹീം ചോട് സക്തി ഥി, ചൂല് ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ലായിരുന്നു, കഴിയത്തില്ല. സഖ്ന സാധിക്കുക, കഴിയുക. അമ്മയ്ക്ക് ഇപ്പോൾ ചൂല് ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ലായിരുന്നു. ക്യോംകി എന്തുകൊണ്ടെന്നാൽ വഹ് ബഹുത്ത് ഊപ്പർ പഹുഞ്ചു ചുക്കി ഥി, എന്ത് ചെയ്തിരുന്നു? അവർ ഒരുപാട് മുകളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ചൂലിൽ നിന്ന് വിടാൻ പറ്റില്ലായിരുന്നു. തബി ഉസേ വഹാൻ ചാന്ത് ദിഖ്ഗയ, അപ്പോൾ അമ്മയ്ക്ക് വഹാം അവിടെ ചാന്ത് ദിഖ്ഗയ, ചന്ദ്രനെ കാണപ്പെട്ടു. ജഡ അമ്മാനെ പൈർ ബെടായ അവർ ചാന്ത് പർ ചढ़ गई. അമ്മ എന്ത് ചെയ്തു? വേഗം അമ്മ എന്ത് ചെയ്തു? പൈർ ബെടായ, കാല് നീട്ടി, ചാന്ത് പർ ചढ़ गई, ചന്ദ്രനിൽ കയറി. പർ ജാഡു നഹീം ചോടി, പക്ഷേ ചന്ദ്രനിൽ കയറിയിട്ടും ജാഡു ഉപേക്ഷിച്ചില്ല. ആസ്മാൻ കോ ഫിർ ശരാരത്ത് സൂചി, ആസ്മാന് വീണ്ടും വികൃതിത്തരം തോന്നി. ഉസ്നെ സോച്ച, ആസ്മാൻ ചിന്തിച്ചു. അമ്മ തോ ചാന്ത് പർ ചढ़ गई है, അമ്മ ചന്ദ്രൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. യദി ചാന്ത് ഉസ്കി മദത് കരേഗാ തോ മേ ഹാർ ജാഊങ്ക, ഇസേ യഹി രഹിനെ ദൂ. യദി ചാന്ത് ഉസ്കി മദത് കരേഗാ തോ, ചന്ദ്രൻ അവരെ സഹായിച്ചാൽ, അമ്മയെ സഹായിച്ചാൽ, മേ ഹാർ ജാഊങ്ക,
ഞാൻ പരാജയപ്പെട്ടു പോകും. ഇസേ യഹീ രഹിനെ ദൂ. അതുകൊണ്ട് എന്ത് ചെയ്യാം? അമ്മയെ ഈ ആകാശത്തിൽ തന്നെ അങ്ങനെ വിട്ടേക്കാം. അങ്ങനെ ആസ്മാൻ എന്ത് ചെയ്തു? അമ്മയെ ചന്ദ്രനിൽ വിട്ടു. അമ്മ ഇപ്പോൾ എവിടെയാണ്? ചന്ദ്രനിലാണ്. ऐसा सोचकर उसने झाड़ू छोड़ दिया. അങ്ങനെ ചിന്തിച്ച് എന്തു ചെയ്തു? ആസ്മാൻ എന്തു ചെയ്തു? ജാഡു ചോട് ദിയ, ചൂല് ഉപേക്ഷിച്ചു. അമ്മ ജാഡു സഹിത് ചാന്ദ് പർ രഹ് ഗയി. അമ്മ എന്ത് ചെയ്തു? ജാഡു സഹിത്, ആ ചൂലോടുകൂടി തന്നെ ചന്ദ്രനിൽ അങ്ങനെ ഇരുന്നു. വഹിത്തനീ തക്ക് ഗയി ധീക്കി ജാഡു പെകടെ പെകടെ ഹി ചാന്ദ് പർ ബൈട്ട് ഗയി. വഹിത്തനീ ദക്ക് ഗയി ധി. ദക്ക്, ദക്കിനെ ക്ഷീണിക്കുന്നതിനാണ് ദക്കന എന്ന് പറയുന്നത്. ഇത്രത്തോളം ക്ഷീണിച്ചു കഴിഞ്ഞിരുന്നു. ജാഡു പെകടെ പെകടെ, ആ ചൂല് പിടിച്ചുകൊണ്ട് തന്നെ ചാന്ദ് പർ ബൈട്ട് ഗയി. അമ്മ എന്ത് ചെയ്തു? ചന്ദ്രനിൽ അങ്ങനെ ഇരുന്നു. ആസ്മാൻ ഊപ്പർ ചലാ ഗയ. ആകാശം എന്ത് ചെയ്തു? മുകളിലേക്ക് പോയി. ഉസ് ദിൻ സെ ആജ് തക്ക്, അന്ന് അമ്മ ഇരുന്ന ആ ദിവസം മുതൽ ഇന്ന് വരെ, ആജ് തക്ക് ബൂഢി അമ്മ ജാഡു പകടെ ചാന്ദ് പർ ബൈട്ടി ഹേ. ആ വൃദ്ധയായ അമ്മ ജാഡു പകടെ, ആ ചൂലും പിടിച്ചിട്ട് ചാന്ദ് പർ ബൈട്ടി ഹേ, ചന്ദ്രനിൽ അങ്ങനെ ഇരിപ്പുണ്ട്. പാഠം മനസ്സിലായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.